ഹായ് ഓൾ, മാക്സ് ട്യൂബിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ്. ഞാനിന്ന് വന്നിരിക്കുന്നത് മെട്രീസസ് എന്നുള്ള കൺസെപ്റ്റിൻ്റെ 7ാമത്തെ പാർട്ടുമായിട്ടാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ 6 പാർട്ടുകൾ കണ്ടു കഴിഞ്ഞു. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ഇൻവേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കാണാം, അത് 2x2 മെട്രിക്സിൻ്റെയും 3x3 മെട്രിക്സിൻ്റെയും നമ്മൾ കാണുന്നുണ്ട് ഈ പാർട്ടിൽ. അപ്പോൾ ഒരു 3x3 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ ക്വിക്കായിട്ട് കാണാം എന്നുള്ള കൺസെപ്റ്റും കൂടി ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കാൻ എല്ലാവരും ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിതിൽ ചെയ്യുന്നത്. എക്സാമിന് 100% ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടാതെ ഇഷ്ടമായെങ്കിൽ ഈ അറിവ് മറ്റുള്ളവരിലേക്കൊന്ന് പകർന്നു നൽകുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നാലോ? എല്ലാവരും റെഡിയല്ലേ? നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്രോബ്ലം ഏതാ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് A equal to matrix 5 3 2 2, B equal to matrix 7 5 4 3, show that AB all inverse equal to B inverse into A inverse. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. പലരും തെറ്റിക്കാറ് ഇത് ഇൻവേഴ്സ് എന്നുള്ളതിന് പകരം ട്രാൻസ്പോസ് ആണെന്നൊക്കെ കരുതി ആ രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. എക്സാമിന് അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ -1 എന്നാണ് ഉണ്ടാവുക പവറായിട്ട്. ട്രാൻസ്പോസ് ആകുമ്പോൾ ഒരു ഡാഷ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വളരെയധികം ശ്രദ്ധിക്കുക, തെറ്റിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ ബി ഓൾ ഇൻവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അത് എന്തിന് തുല്യമാണെന്നാ പറഞ്ഞത്? ബി ഇൻവേഴ്സും എ ഇൻവേഴ്സും കണ്ടുപിടിച്ച് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറിന് തുല്യമായിരിക്കുന്ന പറഞ്ഞത്. അപ്പൊ നമുക്ക് അന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എ ബി കണ്ടുപിടിക്കണം. ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എ ബി ഓൾ ഇൻവേഴ്സ് ആണുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ഗിവൺ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഗിവൺ എ ഈക്വൽ ടു മെട്രിക്സ് 5 3 2 2, B equal to matrix 7 5 4 3. ഇത് നമുക്ക് തന്ന കാര്യം. ഇനി ഇതിന്റെ അർത്ഥം നമ്മൾ ആദ്യം എ ബി കണ്ടുപിടിക്കാൻ പോകും. അപ്പൊ എ ബി ഈക്വൽ ടു, അപ്പൊ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആദ്യം എഴുതുക 5 3 2 2 ഇൻറ്റു മെട്രിക്സ് 7 5 4 3. ഇത് ഇൻറ്റു ചെയ്യാനാണ് പറഞ്ഞത്. എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻറ്റു ബി എന്നാണ്. അപ്പൊ എങ്ങനെയാ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക? നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാണ്. ആദ്യത്തെ മെട്രിക്സിൽ ആദ്യത്തെ റോ എടുത്ത് രണ്ടാമത്തെ മെട്രിക്സിനെ ആദ്യത്തെ കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എങ്ങനെ വരും? 5 ഇൻറ്റു 7 പ്ലസ് 3 ഇൻറ്റു 4. ഇനി അതേ റോ എടുത്ത് രണ്ടാമത്തെ കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 ഇൻറ്റു 5 5 ഇൻറ്റു 5 പ്ലസ് 3 ഇൻറ്റു 3 3 ഇൻറ്റു 3. ഓക്കെ, ഇനി രണ്ടാമത്തെ റോ ആണ് എടുക്കേണ്ടത്. കാരണം ഇനി ഇവിടെ കോളം ഇല്ല മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്നാമത്തെ റോ ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ കോളം എടുത്തിട്ട് രണ്ടാമത്തെ റോ എടുത്തിട്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യും. 2 ഇൻറ്റു 7 പ്ലസ് 2 ഇൻറ്റു 4. അപ്പൊ ആദ്യത്തെ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യും. ഇനി അതേ റോ തന്നെ എടുത്തിട്ട് രണ്ടാമത്തെ കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 5 പ്ലസ് 2 ഇൻറ്റു 3. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ ടു മെട്രിക്സ് 7 ഇൻറ്റു 5 അല്ലെങ്കിൽ 5 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 35 പ്ലസ് 3 ഇൻറ്റു 4 12, 5 ഇൻറ്റു 5 25 പ്ലസ് 3 ഇൻറ്റു 3 9, 2 ഇൻറ്റു 7 14 പ്ലസ് 2 ഇൻറ്റു 2 ഇൻറ്റു 4 8. ഇനി 2 ഇൻറ്റു 5 10 പ്ലസ് 2 ഇൻറ്റു 3 6. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു മെട്രിക്സ് 35ഉം 12 ആഡ് ചെയ്താൽ 47, 25 9 ആഡ് ചെയ്താൽ 34, 14 8 ആഡ് ചെയ്താൽ 22, 10 6 ആഡ് ചെയ്താൽ 16. അപ്പൊ ഇതാണ് നമ്മൾ എന്ത്? എ ബി എന്ന് പറഞ്ഞ മെട്രിക്സ്. എ ഇൻറ്റു ബി എന്ന് പറഞ്ഞ മെട്രിക്സ്. ഇനി നമുക്ക് എന്ത് കാണണം? എ ബി ഓൾ ഇൻവേഴ്സ് കാണണം. അപ്പൊ എ ബി ഓൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഫോർമുല പഠിച്ചത്? നമ്മൾ എ ഇൻവേഴ്സും ബി ഇൻവേഴ്സും ഒക്കെ ചെയ്തതാണ്. അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. എക്ക് പകരം ഇവിടെ എ ബി ഒരുമിച്ചാണുള്ളത്. എ ബി ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു എന്താ വരിക? അഡ്ജോയിൻ ഓഫ് എ ബി by
ഡിറ്റർമിനന്റ് ഓഫ് എ ബി. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ എ ബി എന്നുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണുന്നു. ദാറ്റ്സ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് 47, 34, 22, 16 ഈക്വൽ ടു എങ്ങനെയാ അത് കാണുക? ഡയഗണൽ എലിമെന്റ്സ് മൾട്ടിപ്പിൾ ചെയ്യുന്നു. 47 into 16 minus 22 into 34. That's equal to. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കുക. നമുക്ക് 4 കിട്ടും. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ നമുക്ക് 4 കിട്ടി. ഇനി നമുക്ക് അഡ്ജോയിന്റ് ഓഫ് എ ബി കാണാം. അഡ്ജോയിന്റ് ഓഫ് എ ബി എങ്ങനെ കാണുക? അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ അഡ്ജോയിന്റ് ഓഫ് എ ബി കാണണമെങ്കിൽ ആദ്യം കോഫാക്ടർ ഓഫ് എ ബി കാണണം. കോഫാക്ടർ ഓഫ് എ ബി. അപ്പൊ കോഫാക്ടർ കാണാം. 2x2 മെട്രിക്സ് ആണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത്? എ ബി എന്നുള്ള മെട്രിക്സ് എടുക്കുക, അതിന്റെ ഡയഗണൽ എലിമെന്റ്സ് തിരിച്ചിടുക. അപ്പൊ എന്ത് വരും? ഇവിടെ 16 വരും, ഇവിടെ 47 വരും. തിരിച്ചിട്ടു, ഡയഗണൽ എലിമെന്റ്സ് തിരിച്ചിട്ടു എ ബി എന്നുള്ള മെട്രിക്സിലെ. ഓഫ് ഡയഗണൽ എലിമെന്റ് തിരിച്ചിടുമ്പോൾ അതിന്റെ സൈന് ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പൊ 34 ഇങ്ങോട്ട് എഴുതും. അപ്പൊ 34 എഴുതുമ്പോൾ ഇവിടെ മൈനസ് ആകണം, കാരണം അത് +34 എഴുതും. അതേപോലെ 22 പ്ലസ് ആണ്, അപ്പൊ 22 ഇങ്ങോട്ട് എഴുതി അത് മൈനസ് ആക്കി. അപ്പൊ ഇതാണ് എന്ത്? നമ്മളെ കോഫാക്ടർ ഓഫ് എ ബി എന്ന് പറയുന്നത്. ഇനി കോഫാക്ടറിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാലാണ് എന്ത് കിട്ടുക? അഡ്ജോയിന്റ് കിട്ടുക. അപ്പൊ എന്താ വരിക? നമ്മുടെ അഡ്ജോയിന്റ് വരിക അഡ്ജോയിന്റ് ഓഫ് എ ബി ഈക്വൽ ടു ട്രാൻസ്പോസ് എടുക്കാൻ അതിന്റെ ആദ്യത്തെ റോ കോൾ ആക്കുന്നു. 16 മൈനസ് 22, രണ്ടാമത്തെ റോ മൈനസ് 34, 47. അപ്പൊ ഇതാണ് എന്ത്? അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, നമ്മൾ ഫോർമുല എഴുതിയിട്ടുണ്ട്. എ ബി ഓൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിന്റ് ഓഫ് എ ബി ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ബി ആണ്. അപ്പൊ എ ബി ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് എ ബി എന്നുള്ള മെട്രിക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണ് മെട്രിക്സ്? 16 മൈനസ് 34 മൈനസ് 22 47 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ബി നമുക്ക് 4 ആണ് കിട്ടി. ഇനി 4 കൊണ്ട് ഈ മെട്രിക്സിനെ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ എലിമെന്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യാണ്. That's equal to 16/4 minus 34/4 minus 22/4 47/4. Okay, that's equal to 16/4 എന്ന് പറഞ്ഞാൽ നമുക്ക് 4 എന്ന് കിട്ടും. 34ലും 4ലും ഒരുപോലെ പോകുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? -17/2 -17/2. അതേമാതിരി 22ലും 4ലും ഒരുപോലെ പോകുന്ന നമ്പർ 2 തന്നെയാണ്. അപ്പൊ -22ല് 2 11 ടൈംസ്, 4ല് 2 ടൈംസ്, -11/2. ഇനി 47ലും 4ലും കോമൺ ആയിട്ട് പോകുന്ന നമ്പർ ഇല്ല, അപ്പൊ നമ്മൾ 47/4 എഴുതും. ഓക്കെ, അപ്പൊ ഇതിന് ഇക്വേഷൻ 1 കിട്ടും. ഇതാണ് എന്ത്? എ ബി ഓൾ ഇൻവേഴ്സ്. അപ്പൊ നമുക്ക് എ ബി ഓൾ ഇൻവേഴ്സ് എന്താന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് എ ഇൻവേഴ്സ് എന്താണ്, ബി ഇൻവേഴ്സ് എന്താണ്. അതിനുശേഷം അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ആൻസർ ആണോ കിട്ടുന്നതെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് എ ഇൻവേഴ്സ് എന്താണ്, ബി ഇൻവേഴ്സ് എന്താണെന്നാണ്. അപ്പൊ എ ഇൻവേഴ്സ് കാണണമെങ്കിൽ ആദ്യം കോഫാക്ടർ ഓഫ് എ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. കോഫാക്ടർ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലിമെന്റ്സ് തിരിച്ചിടുക. അപ്പൊ ഇവിടെ 2 ആയി, ഇവിടെ 5 ആയി. ഓഫ് ഡയഗണൽ തിരിച്ചിടുമ്പോൾ ഇവിടെ 3 ആവും, ഇവിടെ 2 ആവും. സൈൻ ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പൊ സൈന് രണ്ടും പ്ലസ് ആയതുകൊണ്ട് മൈനസ് ആക്കി മാറ്റി. അപ്പൊ എന്തായിരിക്കും അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ? അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോളം റോ ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പൊ 2 -2 -3 5. അപ്പൊ നമുക്ക് അഡ്ജോയിന്റ് കിട്ടും. ഇനി നെക്സ്റ്റ് എന്ത് കാണണം? ഡിറ്റർമിനന്റ് ഓഫ് എ കാണണം. ഡിറ്റർമിനന്റ് ഓഫ് എ നമുക്ക് ആദ്യം തന്നെ കാണായിരുന്നു, പക്ഷെ നമ്മൾ ഇത് ചെയ്തിട്ടാണ് കാണുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു നമ്മൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്തു, അതിന്റെ അകത്ത് നിന്ന് എലമെന്റ് എടുത്ത് എഴുതുക. 5 3 2 2. That's equal to 5 into 2 minus 2 into 3. That's equal to 10 minus 6 equal to 4. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 4 ആണ് കിട്ടി.
അപ്പൊ എന്തായിരിക്കും എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. അപ്പൊ അഡ്ജോയിന്റ് ഓഫ് എ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? മെട്രിക്സ് 2 -3 -2 5 ഡിവൈഡഡ് ബൈ 4. ഇതാരും ഇപ്പം തന്നെ പോയിട്ട് ഓരോ എലിമെന്റിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ട. തൽക്കാലം ഇത് ഇങ്ങനെ തന്നെ വെക്കുക. നമുക്ക് അവസാനം മൾട്ടിപ്ലൈ ചെയ്യാം. അതായിരിക്കും നമുക്ക് എളുപ്പം ഉണ്ടാവുക. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത് ബി ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ആദ്യം കോഫാക്ടർ ഓഫ് ബി കാണാം. കോഫാക്ടർ ഓഫ് ബി ഈക്വൽ ടു എന്താ വരിക? ബി എന്നുള്ള മെട്രിക്സ് എടുത്ത് അതിന്റെ ഡയഗണൽ എലിമെന്റ്സ് തിരിച്ചു എഴുതുന്നു. 3 7 ഓഫ് ഡയഗണൽ എലിമെന്റ്സ് തിരിച്ചു എഴുതുമ്പോൾ സൈൻ ഇന്റർചേഞ്ച് ചെയ്യുക. -5 -4. അപ്പൊ എന്താണ് കോഫാക്ടർ ഓഫ് ബി എന്നുള്ളത് നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് അഡ്ജോയിന്റ് ഓഫ് ബി ഈക്വൽ ടു കോളം റോ ഇന്റർചേഞ്ച് ചെയ്യാണ് വേണ്ടത്. അപ്പൊ അവിടെ ആദ്യത്തെ റോ എടുത്തു, കോഫാക്ടർ ഓഫ് ബിയിലുള്ള 3 -4 അത് കോളാക്കി 3 -4. രണ്ടാമത്തെ റോ എടുത്തു -5 7. അപ്പൊ നമുക്ക് അഡ്ജോയിന്റ് ഓഫ് ബി. ഇനി എന്ത് കാണണം? ഡിറ്റർമിനന്റ് ഓഫ് ബി കാണണം. ദാറ്റ്സ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എടുക്കുന്നു. അപ്പൊ 7 into ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എടുക്കുന്നു. ഡിറ്റർമിനന്റ് 7 5 4 3. അതിന്റെ ഡിറ്റർമിനന്റ് ഓപ്പൺ ചെയ്യാണ്. അപ്പൊ 7 into 3 -4 into 5 ദാറ്റ്സ് ഈക്വൽ ടു 21 - 20 ഈക്വൽ ടു 1. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് 1 കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് കാണണം? ബി ഇൻവേഴ്സ് ആണ്. അപ്പൊ ബി ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് ഓഫ് ബി ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് ബി എന്നാണ്. ഡിറ്റർമിനന്റ് ഓഫ് ബി അഡ്ജോയിന്റ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സ് 3 -5 -4 7 ഡിവൈഡഡ് ബൈ 1. അപ്പൊ ഏത് മെട്രിക്സിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് സംഖ്യനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് കിട്ടുക. അപ്പൊ മെട്രിക്സ് 3 -5 -4 7. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ വേണ്ടത്? ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ വേണ്ടത്? ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്നാണ്. അപ്പൊ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഓർഡർ തെറ്റിക്കരുത്, ആദ്യം ബി ഇൻവേഴ്സ് തന്നെ എഴുതണം. അപ്പൊ ബി ഇൻവേഴ്സ് നമുക്ക് കിട്ടിയത് മെട്രിക്സ് 3 -5 -4 7 ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താ കിട്ടിയത്? 2 -3 2 -3 -2 5 ഡിവൈഡഡ് ബൈ 4. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം നമ്പർ വാല്യൂ മാത്രം ഒന്ന് മാറ്റി വെക്കുന്നു. അപ്പൊ അത് ഡിനോമിനേറ്ററിലാണ് നമ്പർ 4 ഉള്ളത്. അതുകൊണ്ട് നമുക്ക് 1/4 എന്ന് എഴുതാം. 1/4 ഇൻറ്റു മെട്രിക്സ്. ആദ്യത്തെ മെട്രിക്സ് എന്താ? 3 -5 -4 7. ആദ്യത്തെ മെട്രിക്സ് എഴുതി. ഇൻറ്റു രണ്ടാമത്തെ മെട്രിക്സ് എന്താ? 2 -3 -2 5. ഓക്കെ. ദാറ്റ്സ് ഈക്വൽ ടു 1/4 ഇൻറ്റു മെട്രിക്സ്. മെട്രിക്സിന്റെ എങ്ങനെയാ നമുക്കറിയാം. അപ്പൊ ആദ്യത്തെ റോ എടുത്തു, ആദ്യത്തെ കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമ്മളിത് ഒരുമിച്ച് ചെയ്യാൻ പോവാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവര് ഇങ്ങനെ ചെയ്യുക, അല്ലാത്തവര് സ്റ്റെപ്പ് എഴുതിയിട്ട് തന്നെ ചെയ്യുക. അപ്പൊ 3 into 2 6 പ്ലസ് -5 into -2 പ്ലസ് 10 ആയി മാറി. ഓക്കെ. ഇനി 3 into -3 അപ്പം -9 എന്ന് കിട്ടി. -5 into 5 -25. അപ്പൊ ആദ്യത്തെ റോ എടുത്തിട്ട് ആദ്യത്തെ കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്തു, രണ്ടാമത്തെ കോളത്തിന് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി രണ്ടാമത്തെ റോ എടുത്തു. -4 into 2 -8 പ്ലസ് 7 into -2 -14. ഓക്കെ. ഇനി -4 into -3 12. രണ്ട് മൈനസ് പ്ലസ് ആയി മാറി. 12 പ്ലസ് 7 into 5 35. അപ്പൊ നമുക്ക് ഇത് കിട്ടി. ഇത് ഈക്വൽ ടു 1/4 ഇൻറ്റു മെട്രിക്സ് 6 പ്ലസ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 എന്ന് കിട്ടും. -9 -25 എന്ന് പറഞ്ഞാൽ -34 എന്ന് കിട്ടും. -8
പ്ലസ് മൈനസ് 14 തന്നെയാണ്. അപ്പൊ അത് രണ്ടും ആഡ് ചെയ്താൽ -22 എന്ന് കിട്ടും. 12 പ്ലസ് 35 എന്ന് പറഞ്ഞാൽ 47 കിട്ടും. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടേക്ക് എഴുതുന്നുണ്ട്, എ ബി ഓൾ ഇൻവേഴ്സ് ഇവിടെ തന്നെ വെക്കുക. നമുക്ക് ഇത് തന്നെയാണോ കിട്ടുന്നതെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 1/4 കൊണ്ട് മൾട്ടിപ്ലൈ പറഞ്ഞാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ്. അപ്പൊ ഇത് ഈക്വൽ ടു മെട്രിക്സ് 16/4 minus 34/4 minus 22/4 47/4. ഓക്കെ, ഓരോ നമ്പറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ്സ് ഈക്വൽ ടു 16/4 എന്ന് പറഞ്ഞാൽ 34 എന്ന് കിട്ടി. -34ലും 4ലും ഒരുപോലെ പോകുന്ന നമ്പർ 2 ആണ്. അപ്പം 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും. അപ്പം -17/2 കിട്ടി. 4ല് 2 ടൈംസ് ആണ് 2 പോവുക. അതേമാതിരി -22ലും 4ലും ഒരുപോലെ പോകുന്ന നമ്പർ 2 തന്നെയാണ്. അപ്പം -11/2 എന്ന് കിട്ടി. ഇതിൽ കോമൺ ആയി പോകുന്ന നമ്പർ ഇല്ല. അപ്പൊ 47/4 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് രണ്ടാമത് കിട്ടിയ മെട്രിക്സ്. ഇതിപ്പോ എന്താ കിട്ടിയത്? ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ചെയ്തപ്പോഴാണ് ഈ രണ്ടാമത്തെ മെട്രിക്സ് കിട്ടിയത്. അപ്പൊ ഈ ഒന്നാമത്തെ മെട്രിക്സും രണ്ടാമത്തെ മെട്രിക്സും ഒന്ന് നോക്കിക്കേ. 4 -17/2 -11/2 47/4. അത് തന്നെയാണ് അവിടെ. 4 -17/2 -11/2 47/4. അപ്പൊ എന്ത് മനസ്സിലായി? നമുക്ക് മനസ്സിലായി എ ബി ഓൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ്. ഹെൻസ് ദ പ്രൂഫ്. അപ്പൊ ഇത്രയും എളുപ്പമാണ് ഇത് ചെയ്യാൻ, പക്ഷെ കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്. അപ്പൊ ഇത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഇൻവേഴ്സ് കാണാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ അതൊരു 3/3 മെട്രിക്സ് ആണ്. വ്യത്യാസമുണ്ട്. ഇതുവരെ നമ്മൾ 2/2 മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ് കണ്ടത്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് 102 210 321. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സിന് ഒരു പേര് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ലെറ്റ് എ ഈക്വൽ ടു മെട്രിക്സ് 102 210 321 മെട്രിക്സിന് പേര് കൊടുക്കും. ഇനി ഇതിന്റെ ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ഏന്ന് പേര് കൊടുത്തോണ്ട് എ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എ ഇൻവേഴ്സ് ഈക്വൽ ടു adjoint of a divided by determinant of a. അപ്പൊ ആദ്യം നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടു നോക്കണം. അത് 0 ആണെങ്കിൽ ഇൻവേഴ്സ് ഉണ്ടാവില്ല. അപ്പൊ 0 ആവുന്നത് ഒരിക്കലും ഇൻവേഴ്സ് കാണാൻ തരില്ല അങ്ങനത്തെ പ്രോബ്ലം. പക്ഷെ നമ്മൾ എപ്പോഴും പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുമ്പോൾ അത് ചെയ്തു നോക്കണം. അപ്പൊ നമ്മൾ ഡിറ്റർമിനന്റ് കാണാണ്. ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് 1 0 2. ഈ മെട്രിക്സിലുള്ള എലിമെന്റ്സ് എടുത്ത് എഴുതാണ്. 2 1 0 3 2 1. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു എങ്ങനെയാണ് 3/3 ഡിറ്റർമിനന്റ് ഓപ്പൺ ചെയ്യുക. ആദ്യത്തെ എലിമെന്റ് എടുത്തു 1 നിൽക്കുന്ന കോൾ ഒഴിവാക്കി റോ ഒഴിവാക്കി, ബാക്കിയുള്ള ഡിറ്റർമിനന്റ് ആക്കി ഇത് 1 0 2 1. അപ്പൊ ആദ്യത്തത് പ്ലസ് ആണെങ്കിൽ രണ്ടാമത്തെ മൈനസ് ആയിരിക്കും നമ്മുടെ സൈൻ വരിക. ഇനി ഇവിടെ ഉള്ള എലിമെന്റ് 0 ആണ്. 0 ഇൻറ്റു ഡിറ്റർമിനന്റ് 0 നിൽക്കുന്ന കോൾ ഒഴിവാക്കുക റോ ഒഴിവാക്കുക. 2 0 3 1. അടുത്തത് പ്ലസ് ആയിരിക്കും വരിക. അപ്പൊ അടുത്ത എലിമെന്റ് എന്താ നോക്കി 2 ആണ്. അപ്പൊ 2 കൊടുത്തു. 2 നിൽക്കുന്ന റോ ഒഴിവാക്കി കോൾ ഒഴിവാക്കി. അപ്പൊ 2 1 2 1 3 2. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 1 ഇൻറ്റു 2/2 ഡിറ്റർമിനന്റ് ആണിത്. ഇത് ഓപ്പൺ ചെയ്യാൻ ഡയഗണൽ എലിമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 ഇൻറ്റു 1 1 മൈനസ് 2 ഇൻറ്റു 0 0 minus 0 into 2 into 1 2 minus 3 into 0 0 plus 2 into 2 4 minus 3 into 1 3. Okay, അതായത് 1 into 1 കിട്ടും. 1 minus 0 പറഞ്ഞാൽ 1 minus 0 into 2 കിട്ടും. 2 minus 0 പറഞ്ഞാൽ 2 plus 2 into 4 minus 3 പറഞ്ഞാൽ 1. അതായത് 1 into 1 1 minus 0 0 into 2 എന്ന് പറഞ്ഞാൽ 0 plus 2 into 1 2. That's equal to 1 plus 2 എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോഫാക്ടർ ഓഫ് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കോഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ എലമെന്റിന്റെ കോഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ ശരിയായ വഴി ഞാനെന്ന് പറയാം. അപ്പൊ നമ്മൾ ആദ്യത്തെ എലമെന്റ് പറഞ്ഞാല്
ഞാൻ കോഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ പറഞ്ഞിരുന്നു സി കോഫാക്ടർ എന്നുള്ളതിന് സി എന്ന് കൊടുക്കും ഒന്നാമത്തെ റോയില് ഒന്നാമത്തെ കോളത്തില്. അപ്പൊ ഒന്നാമത്തെ റോ ഒന്നാമത്തെ കോളം അതാണ് C11 എന്ന് പറയുന്നത്. അപ്പൊ C11 ഈക്വൽ ടു -1 ഓൾ റേസ് ടു 1 + 1. ഇവിടെ ഉള്ള അത് തന്നെയാണ് വരുന്നത് 1 + 1. അപ്പൊ ആ 1 നിൽക്കുന്ന റോയ് ഒഴിവാക്കുക, കോളം ഒഴിവാക്കുക. അപ്പൊ ഡിറ്റർമിനന്റ് 1021 ദാറ്റ്സ് ഈക്വൽ ടു -1ന്റെ പവർ നമുക്ക് എന്ത് കിട്ടി? -1 ഓൾ റേസ് ടു 2 എന്നായി മാറി. ഇനി ഈ ഡിറ്റർമിനന്റ് ഓപ്പൺ ചെയ്യുക എങ്ങനെയാണ്? ക്രോസ് ചെയ്യുക ഡയഗണൽ എലിമെന്റ്സ് 1 × 1 1 -2 × 0 0. ഇനി -1ന്റെ പവർ ഈവൻ നമ്പർ ആണ്. അപ്പൊ അത് എന്തായി മാറി? +1 ആയി മാറി. 1 × 1 = 1 കിട്ടി. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് എലിമെന്റ് C11 എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് കാണണം. അപ്പൊ അടുത്ത എന്താ വരിക? ആദ്യത്തെ റോയിലെ രണ്ടാമത്തെ കോളത്തില്. അപ്പൊ ആദ്യത്തെ റോ എന്നുള്ളതിനാണ് C1, രണ്ടാമത്തെ കോളം എന്നുള്ളതിന് 2. അപ്പൊ C12. അപ്പൊ -1 ഓൾ റേസ് ടു 1 + 2 എന്നായി മാറി. 1 + 2 ഡിറ്റർമിനന്റ് 0 നിൽക്കുന്ന കോളം ഒഴിവാക്കുക, റോ ഒഴിവാക്കുക. അപ്പൊ 2031 ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു -1 ഓൾ റേസ് ടു 1 + 2 എന്ന് പറഞ്ഞാൽ 3 ആയി മാറി. ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ക്ലോസ് ചെയ്തു. 2 × 1 2 -3 × 0 0. അപ്പൊ -1ന്റെ പവർ 3 എന്നുള്ളത് ഓഡ് നമ്പർ ആണ്. അപ്പൊ -1 എന്ന് കിട്ടും ഇൻറ്റു 2 ദാറ്റ്സ് ഈക്വൽ ടു 2 × -1 എന്ന് പറഞ്ഞാൽ -2. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ റോയിലെ മൂന്നാമത്തെ കോളത്തിലെ എലിമെന്റ് ആണ്. അപ്പൊ C13. ഓക്കെ, -1 ഓൾ റേസ് ടു 1 + 3 ഡിറ്റർമിനന്റ് ഈ കോളം ഒഴിവാക്കി 2 നിൽക്കുന്ന റോ ഒഴിവാക്കി കോളം ഒഴിവാക്കി. അപ്പൊ എന്ത് വരും? 2132 ദാറ്റ്സ് ഈക്വൽ ടു -1 ഓൾ റേസ് ടു 1 + 3 എന്ന് പറഞ്ഞാൽ 4 ആയി. ഇത് ഓപ്പൺ ചെയ്യാണ്. 2 × 2 4 -3 × 1 3. -1ന്റെ പവർ ഇവിടെ 4 ഈവൻ നമ്പർ ആണ്. അപ്പൊ 1 ആയി മാറി. ഇൻറ്റു 4 - 3 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ നമുക്ക് 1 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിട്ടും. അപ്പൊ നമുക്ക് 2 എന്ന് പറഞ്ഞ എലമെന്റിന്റെ കോഫാക്ടർ 1 ആണ് കിട്ടി. ഇനി ഇതുപോലെ അടുത്തതൊക്കെ കണ്ടുപിടിക്കണം. എല്ലാ വാല്യൂസും നമ്മൾ ഇതേ രീതിയിൽ കണ്ടുപിടിക്കാൻ പോവാണ്. ഇത് കണ്ടുപിടിച്ച ശേഷം എളുപ്പത്തിൽ എങ്ങനെ കോഫാക്ടർ കാണാന്നുള്ളതെന്ന് സൂചിപ്പിക്കാം. അപ്പൊ നെക്സ്റ്റ് കാണാൻ പോകുന്നത് രണ്ടാമത്തെ റോ. ഒന്നാമത്തെ റോയിലുള്ള എല്ലാം കഴിഞ്ഞു. രണ്ടാമത്തെ റോ C21 ആദ്യത്തെ കോളാണ്. C21 ദാറ്റ്സ് ഈക്വൽ ടു -1 ഓൾ റേസ് ടു 2 + 1 ഇത് രണ്ടും ആഡ് ചെയ്തു. 2 + 1 ഇൻറ്റു ഡിറ്റർമിനന്റ്. ഇപ്പൊ 2 നിൽക്കുന്ന റോ ഒഴിവാക്കണം, കോളം ഒഴിവാക്കണം. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. റോ ഒഴിവാക്കി കോളം ഒഴിവാക്കി. ഇപ്പൊ 0221 ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു -1 ഓൾ റേസ് ടു 3 2 + 1 ആണ് 3 ഇൻറ്റു 0 × 1 ആണ് 0 t -2 × 2 4 ദാറ്റ്സ് ഈക്വൽ ടു -1ന്റെ പവർ 3 ഓഡ് നമ്പർ ആണ്. അപ്പൊ -1 ഇൻറ്റു 0 - 4 എന്ന് പറഞ്ഞാൽ -4. ഇപ്പൊ രണ്ട് മൈനസ് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ +4 ആയി മാറി. +4 ആയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ഇവിടെ ഉള്ള 2ന്റെ കോഫാക്ടർ 4 ആണ് കിട്ടി. ഇനി നെക്സ്റ്റ് C22 രണ്ടാമത്തെ റോയിലെ രണ്ടാമത്തെ കോളത്തിലെ എലിമെന്റ്, അതായത് 1 എന്നുള്ളതിന്റെ കോഫാക്ടർ ആണ് കാണുന്നത്. അപ്പൊ എന്താ വരിക? ദാറ്റ്സ് ഈക്വൽ ടു -1 ഓൾ റേസ് ടു 2 + 2 ഡിറ്റർമിനന്റ്. അപ്പൊ 1 നിൽക്കുന്ന റോ ഒഴിവാക്കി കോളം ഒഴിവാക്കി. അപ്പൊ എന്ത് വരും? 1 2 3 1 ദാറ്റ്സ് ഈക്വൽ ടു -1 ഓൾ റേസ് ടു 4 എന്നായി മാറി. 2 + 2 എന്നുള്ളത് ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പൊ 1 × 1 1 -3 × 2 6. അപ്പൊ -1ന്റെ പവർ 4 ആണ്, ഈവൻ നമ്പർ ആണ്. അപ്പൊ +1 ആയി മാറി. ഇൻറ്റു 1 - 6 എന്ന് പറഞ്ഞാൽ -5 ആണ്. 1 × -5 എന്ന് പറഞ്ഞാൽ -5. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് C23 ആണ്. രണ്ടാമത്തെ റോയിലെ മൂന്നാമത്തെ കോളത്തിലുള്ള എലിമെന്റ് ആണ് കാണുന്നത്. അതാണ് C23. കോഫാക്ടർ ഓഫ് 0 ആണ് കാണുന്നത്. അതാണ് C23 എന്ന് എഴുതി.
ഓക്കെ, അപ്പൊ എങ്ങനെ വരിക? -1 all raised to 2 plus 3 ഡിറ്റർമിനന്റ് 0 നിൽക്കുന്ന റോ ഒഴിവാക്കുക, കോൾ ഒഴിവാക്കുക. അപ്പൊ എന്ത് വന്നു? 1 0 3 2 1 0 3 2 that's equal to -1 all raised to 5. ഇത് ഓപ്പൺ ചെയ്യുക. 1 into 2 2 -3 into 0 0. അപ്പൊ -1 ന്റെ പവർ ഓഡ് നമ്പർ ആണ്. അപ്പൊ അത് എന്തായി മാറും? -1 തന്നെ കിട്ടി. into 2 equal to -2 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് അവസാനത്തെ റോയിലുള്ള കോഫാക്ടേഴ്സ് ആണ്. അപ്പൊ 3 ന്റെ കോഫാക്ടർ ആണ് കാണാൻ പോകുന്നത്. അപ്പൊ C31 ഇത് മൂന്നാമത്തെ റോ ആണ്. അതാണ് 3 1 എന്നുള്ള ആദ്യത്തെ കോളാണ്. that's equal to -1 all raised to 3 plus 1 ഡിറ്റർമിനന്റ് ആ 3 നിൽക്കുന്ന കോൾ ഒഴിവാക്കി റോ ഒഴിവാക്കി. അപ്പൊ 0 2 1 0 0 2 1 0 that's equal to -1 all raised to 4. ഇത് ഓപ്പൺ ചെയ്യാണ്. 0 into 0 0 -1 into 2 2. അപ്പൊ -1 ന്റെ പവർ 4 ഈവൻ നമ്പർ ആണ്. അപ്പൊ +1 ആയി മാറി. into 0 -2 ആണ് -2 വന്നു. 1 into -2 ആണ് -2. അപ്പൊ നമുക്ക് 3 ന്റെ കോഫാക്ടർ -2 ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് C32 മൂന്നാമത്തെ റോയിലെ രണ്ടാമത്തെ കോളത്തിലെ എലിമെന്റ്. that's equal to -1 all raised to 3 plus 2. ഈ 3 plus 2 ഡിറ്റർമിനന്റ് 2 നിൽക്കുന്ന കോൾ ഒഴിവാക്കുക, റോ ഒഴിവാക്കുക. അപ്പൊ 1 2 1 2 2 0 2 0. ഓക്കെ, അപ്പൊ എന്ത് വരും? -1 all raised to 5. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1 into 0 0 -2 into 2 4. അപ്പൊ -1 all raised to 5 5 എന്നുള്ള ഓഡ് നമ്പർ ആണ്. അപ്പൊ -1 കിട്ടി. into 0 -4 എന്നാണ് -4 കിട്ടി. അപ്പൊ -1 into -4 എന്ന് പറഞ്ഞാൽ 2 മൈനസ് ആയതുകൊണ്ട് +4 ആയി മാറി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ C33 അവസാനത്തെ എലിമെന്റ് C33 മൂന്നാമത്തെ റോയില് മൂന്നാമത്തെ കോളത്തിലുള്ളത്. that's equal to -1 all raised to 3 plus 3 ഡിറ്റർമിനന്റ് 1 നിൽക്കുന്ന കോൾ ഒഴിവാക്കി റോ ഒഴിവാക്കി. അപ്പൊ 1 0 2 1 1 0 2 1 that's equal to -1 all raised to 6. ഇത് ഓപ്പൺ ചെയ്ത 1 into 1 1 -2 into 0 0 -1 ന്റെ പവർ 6 ഈവൻ നമ്പർ ആണ്. അപ്പൊ അത് 1 ആയി മാറി. into 1 equal to 1. അപ്പൊ നമുക്ക് ഓരോ എലിമെന്റിന്റെ കോഫാക്ടറും കിട്ടിക്കഴിഞ്ഞു. ഓരോ എലിമെന്റിന്റെ കോഫാക്ടറും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോഫാക്ടർ മാട്രിക്സ് എഴുതണം. അപ്പൊ കോഫാക്ടർ മാട്രിക്സ് ഓഫ് A equal to നമ്മൾ A എന്നാണ് ഈ മാട്രിക്സിന് പേര് കൊടുത്തത്. അതുകൊണ്ടാണ് കോഫാക്ടർ മാട്രിക്സ് ഓഫ് A equal to. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. 1 എന്നുള്ള എലിമെന്റിന്റെ കോഫാക്ടർ നമുക്ക് എന്താ കിട്ടുക? 1 തന്നെ കിട്ടും. അപ്പൊ ആ പൊസിഷനിൽ 1 എഴുതി. 0 എന്നുള്ളതിന്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടിയത് -2 എന്നാണ്. -2 കൊടുത്തു. അടുത്ത 2 ന്റെ നമുക്ക് കിട്ടിയത് 1 ആണ്. 1 കൊടുത്തു. അടുത്തതിന്റെ 2 ന്റെ നമുക്ക് കിട്ടിയത് 4 ആണ്. 4 എന്ന് എഴുതി. നെക്സ്റ്റ് നമുക്ക് കിട്ടിയത് -5 ആണ്. അപ്പൊ ആ പൊസിഷനിൽ -5 എന്ന് എഴുതി. C23 എന്നുള്ള പൊസിഷനിൽ നമുക്ക് -2 എന്നാണ് കിട്ടിയത്. അപ്പൊ -2 എന്ന് എഴുതി. സിമിലർലി ഇതൊക്കെ അതേപോലെ തന്നെ എഴുതുക. അപ്പൊ -2 4 1. ഇതാണ് കോഫാക്ടർ ഓഫ് A എന്നുള്ള മാട്രിക്സ്. ഇത് നമ്മൾ കോഫാക്ടർ കിട്ടിയ അഡ്ജോയിന്റ് ആണ്. അഡ്ജോയിന്റ് ഓഫ് A equal to. അഡ്ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോഫാക്ടർ മാട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലുള്ള റോ നമ്മൾ കോൾ ആക്കാൻ പോവാണ്. 1 -2 1 എന്നുള്ളത് നമ്മൾ കോൾ ആക്കി. 1 -2 1. അതുപോലെ രണ്ടാമത്തെ റോ 4 -5 2 -2 അത് നമ്മൾ രണ്ടാമത്തെ കോൾ ആക്കി. ഇനി -2 4 1 അത് നമ്മൾ മൂന്നാമത്തെ കോൾ ആക്കി മാറ്റി. അപ്പൊ ഇതാണ് അഡ്ജോയിന്റ് ഓഫ് A എന്ന് പറയുന്നത്. അഡ്ജോയിന്റ് ഓഫ് A കിട്ടി കഴിഞ്ഞാൽ എന്താണ്? ഇൻവേഴ്സ് ആണ്. A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? A ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് ഓഫ് A. അഡ്ജോയിന്റ് ഇതാണ് കിട്ടിയത്. 1 4 -2 1 -2 5 -2 -5 4 1 -2 1
ഹോൾ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. ഡിറ്റർമിനന്റ് ഓഫ് എ എത്ര കിട്ടിയിട്ടുണ്ട്? നമുക്ക് 3 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് 3. അപ്പൊ ഓരോ എലിമെന്റിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ് ഇതിന്റെ മീനിങ്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് എഴുതണം? ദാറ്റ്സ് ഈക്വൽ ടു മാട്രിക്സ് 1/3 4/3 -2/3 -2/3 -5/3 4/3 1/3 -2/3 1/3. അപ്പൊ ഇതാണ് നമ്മളെ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ മെട്രിക്സ്. ഇങ്ങനെയാണ് ഒരു 3/3 മെട്രിക്സ് വന്നു കഴിഞ്ഞാൽ നമ്മള് കോഫാക്ടർ കണ്ടുപിടിച്ച് അഡ്ജോയിന്റ് കണ്ടുപിടിച്ചിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന ആക്ച്വൽ മെത്തേഡ്. ഇതാണ് ശരിയായ മെത്തേഡ്. ഈ മെത്തേഡിലൂടെയാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ട് ആയിട്ട് പെട്ടെന്ന് കോഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മെത്തേഡ് പറഞ്ഞുതരാം. നമ്മൾ കോഫാക്ടർ മെട്രിക്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് എങ്ങനെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കും ഈ മെട്രിക്സ് ഇങ്ങനെ ഈ സ്റ്റെപ്പ് ഒന്നും ഇല്ലാണ്ട് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതൊരു 3/3 മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ ഈ മെത്തേഡിൽ ചെയ്യാൻ പാടുള്ളൂ. 2/2 മെട്രിക്സ് ആണ് ഞാൻ മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കൊരു 3/3 മെട്രിക്സ് ആണ് തന്നതെങ്കിൽ ഈ രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ. അത് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തന്ന മെട്രിക്സ് എന്താ നോക്കാം. എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. ആ മെട്രിക്സ് നമ്മൾ ആദ്യം ഒരു തവണ എടുത്ത് എഴുതുക. എന്താണ്? 1 0 2 2 1 0 3 2 1. ഓക്കെ, അത് വീണ്ടും ഒന്നും കൂടി ഒരു തവണയും കൂടി ഈ സൈഡിലേക്ക് എഴുതാം. അപ്പൊ എന്ത് വരും? 1 0 2 2 1 0 3 2 1. അഗൈൻ അതേ മെട്രിക്സ് ഇതിന്റെ ചുവടെ ഒന്നും കൂടി എഴുതുക. അപ്പൊ എന്ത് വരും? 1 0 2 2 1 0 3 2 1. വീണ്ടും ഒന്നും കൂടി എഴുതുക. അപ്പൊ 1 0 2 2 1 0 3 2 1. അപ്പൊ ഇത് എഴുതുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്പേഴ്സ് ഒന്നും മാറി പോവാണ്ട് എഴുതണം. അങ്ങനെ 4 തവണ എഴുതുക. 4 തവണ എഴുതിയിട്ട് ഇതിന്റെ ഔട്ടറിൽ വരുന്ന നമ്പേഴ്സ് ഒക്കെ നമ്മൾ എലിമിനേറ്റ്. നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. ഈ നമ്പേഴ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കി. അപ്പൊ കട്ട് ചെയ്ത് കളഞ്ഞ നമ്പേഴ്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇനി വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ ഓരോ കോഫാക്ടർ കാണാൻ പോവുക. അപ്പൊ ഇത് ചെയ്യുമ്പോൾ തെറ്റിക്കാണ്ട് ചെയ്യണം. 1 × 1 എന്ന് പറഞ്ഞാൽ 1. ഇനി 2 × 0 എന്ന് പറഞ്ഞാൽ 0. അപ്പൊ 1 ന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1 കിട്ടും. അതാണ് ആദ്യത്തെ എലമെന്റ്. നമുക്ക് കോഫാക്ടർ 1 കിട്ടി. ഇനി ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 0 × 3 എന്ന് പറഞ്ഞാൽ 0. പിന്നെ 1 × 2 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ 0 - 2 എന്ന് പറഞ്ഞാൽ -2 കിട്ടും. അതാണ് ഇവിടെ -2 കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. 2 × 2 4 3 × 1 3. അതായത് 4 - 3 എന്ന് പറഞ്ഞാൽ 1 കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് 2 × 2 ചെയ്തു 4 കിട്ടി. 0 × 1 എന്ന് പറഞ്ഞാൽ 0 ആയി. 4 - 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടി. ഓക്കെ, അടുത്തത് 1 × 1 1 കിട്ടി. 2 × 3 6 കിട്ടി. 1 - 6 എന്ന് പറഞ്ഞാൽ -5. അതാണ് ഇവിടെ -5 കിട്ടി. ഇനി 3 × 0 എന്ന് പറഞ്ഞാൽ 0. 1 × 2 എന്ന് പറഞ്ഞാൽ 2. 0 - 2 എന്ന് പറഞ്ഞാൽ -2 കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് 0 × 0 എന്ന് പറഞ്ഞാൽ 0. -1 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. 0 - 2 എന്ന് പറഞ്ഞാൽ -2 കിട്ടി. ഓക്കെ, ഇനി വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പില് 2 × 2 4 കിട്ടി. 0 × 1 എന്ന് പറഞ്ഞാൽ 0. 4 - 0 എന്ന് പറഞ്ഞാൽ 4 കിട്ടി. ഇനി 1 × 1 എന്ന് പറഞ്ഞാൽ 1. -2 × 0 അപ്പൊ 0 എന്നായി. 1 - 0 എന്ന് പറഞ്ഞാൽ 1 കിട്ടി. ഓക്കെ, അപ്പൊ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് കോഫാക്ടർ കണ്ടുപിടിക്കുക. ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ. അപ്പൊ ഈ മെത്തേഡും കൂടി നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അഡ്ജോയിന്റ് മെട്രിക്സ് എഴുതുക. അഡ്ജോയിന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ്. അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എ ഇൻവേഴ്സ് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക ഇതുപോലെ. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു സിമ്പിൾ ടെക്നിക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ശരിക്കും മനസ്സിലാക്കിയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ നമുക്ക് 3/3 മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണുന്ന ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. ഷോർട്ട് കട്ട് മെത്തേഡിലൂടെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് എല്ലാവരും ഒന്നും കൂടി കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് മെട്രിക്സ് 3 1 -1 -1 1 1 1 1 1. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന മെട്രിക്സിന് ഒരു പേര് കൊടുക്കാൻ പോവാണ്. ലെറ്റ് A = മെട്രിക്സ് 3 1 -1 -1 1 1 1 1 1. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A ഇൻവേഴ്സ് ആണ്. അപ്പൊ A ഇൻവേഴ്സ് = adjoint
adjoint of A divided by determinant of A. നമ്മൾ ഫോർമുല എഴുതിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ ഡിറ്റർമിനന്റ് കാണണം. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് A ഈക്വൽ ടു ഡിറ്റർമിനന്റ് 3 1 -1 -1 1 1 1 1 1. ഓക്കെ, ഇനി ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. നമ്മൾ ഓപ്പൺ ചെയ്യാനൊക്കെ ഒരുപാട് തവണ പഠിച്ചാണ്. അപ്പോൾ 3 എന്നുള്ള എലിമെന്റ് എടുത്തു, 3 നിൽക്കുന്ന കോളോ റോ ഒഴിവാക്കി 1 1 1 1 മൈനസ് അടുത്ത എലിമെന്റ് 1 ആണ്. അപ്പോൾ 1 നിൽക്കുന്ന റോയും കോളോ ഒഴിവാക്കി -1 1 1 1. അടുത്ത എലിമെന്റ് -1 ആണ്, പക്ഷെ നമ്മളെ സൈനില് ഡിറ്റർമിനന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് ആണ് വരിക. അപ്പോൾ -1 എലിമെന്റ് -1 ആണ്, അത് എടുത്തെഴുതി. -1 നിൽക്കുന്ന റോയും കോളോ ഒഴിവാക്കി -1 1 1 1. Okay, that's equal to 3 into 1 into 1 1 minus 1 into 1 1 minus 1 into -1 into 1 minus 1 minus 1 into 1 എന്ന 1 plus minus എന്നുള്ള മൈനസ് ആയി മാറി. 1 ആണ് ഇവിടെ എലിമെന്റ് ഉള്ളത്, കൊടുത്തു. ഇത് ഓപ്പൺ ചെയ്യാണ്. -1 into 1 minus 1 minus 1 into 1 1. ഓക്കെ, അപ്പോൾ 3 into 0 എന്നായി മാറി. 1 minus 1 എന്നാൽ -1 into -1 minus 1 എന്ന് പറഞ്ഞാൽ -2 ആണ്. -1 into -1 into -1 എന്ന് പറഞ്ഞാൽ -2 ആണ് again. Okay, that's equal to 0. രണ്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ +2, അതുപോലെ രണ്ട് മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ +2. that's equal to നമുക്ക് 4 കിട്ടി. അപ്പോൾ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 4 കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നെക്സ്റ്റ് നമ്മൾ കോഫാക്ടർ കണ്ടുപിടിക്കണം, എന്നാലേ അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. കോഫാക്ടർ കണ്ടുപിടിക്കാൻ ഞാൻ അപ്പോൾ എളുപ്പവഴി എന്താ പറഞ്ഞത്, ഈ എലമെന്റ്സ് കൃത്യമായി തെറ്റിക്കാണ്ട് 4 തവണ ഈ മാട്രിക്സ് എടുത്ത് എഴുതുക. 3 1 -1 -1 1 1 1 1 1. വീണ്ടും ഒന്നുകൂടി എഴുതുക. 3 1 -1 -1 1 1 1 1 1. ഇനി വീണ്ടും ഒന്നുകൂടി എഴുതുക. 3 1 -1 -1 1 1 1 1 1. വീണ്ടും ഒന്നുകൂടി എഴുതുക. 3 1 -1 -1 1 1 1 1 1. ഇതിന്റെ ഔട്ടറിലുള്ള എലിമെന്റ്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല, അത് നമ്മൾ ഒഴിവാക്കുന്നു. ഒഴിവാക്കി. എന്നിട്ട് നമ്മളിവിടെ കോഫാക്ടർ എഴുതാൻ പോവാണ്. അപ്പൊ എല്ലാവരും കൃത്യമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പൊ നമ്മള് കോഫാക്ടർ ഓഫ് A ഈക്വൽ ടു ഈ മെട്രിക്സ് ആണ് എഴുതുന്നത്. ആ മെട്രിക്സ് ഞാൻ താഴേക്ക് എഴുതുന്നുണ്ട്, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. വെട്ടിക്കളഞ്ഞ നമ്പേഴ്സ് നമുക്ക് ആവശ്യമില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 1 into 1 1. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 1 into 1 1. അപ്പൊ 1 - 1 എന്നാൽ 0 കിട്ടി. ആദ്യത്തെ എലിമെന്റ് 0. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 1 into 1 1 കിട്ടി. ഇനി 1 into -1 എന്നാൽ -1. അപ്പൊ 1 -1 എന്നാണ് വരിക. നമ്മൾക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരം മൈനസ് ചെയ്യാൻ വേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു മൈനസ് വരുന്നുണ്ട്, പിന്നെ ഒരു മൈനസും കൂടി വരും. അങ്ങനെയാണ് 1 -1 വരും. അപ്പൊ അത് 1 + 1 ആവും, നമുക്ക് 2 വരും. ഓക്കെ, ഇനി -1 into 1 എന്നാൽ -1 1 into 1 എന്നാൽ 1. അപ്പൊ -1 -1 വരും. അപ്പൊ -2 വരും. ഇത് അറിയാത്തവരുണ്ട്, കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, 1 - 1 എന്നാൽ -1 വരും. 1 into 1 എന്നാൽ 1 വരും. അപ്പൊ -1 -1 എന്നാൽ -2 വരും. ഓക്കെ, -2 വന്നു. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 1 into 3 3 കിട്ടി. -1 into 1 എന്നാൽ -1. അപ്പൊ 3 -1 വരും. അപ്പൊ അത് 4 ആയി മാറും. ഓക്കെ, ഇനി 1 into 1 എന്നാൽ 1 കിട്ടും. 3 into 1 എന്നാൽ 3 കിട്ടും. അപ്പൊ 1 - 3 വരും, അതായത് -2 കിട്ടും. -2. ഓക്കെ, ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 into 1 1 1 into -1 എന്നാൽ -1. അപ്പൊ 1 -1 വരും. അപ്പൊ അത് 2 കിട്ടും. ഇനി വീണ്ടും ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. -1 into -1. അപ്പൊ അത് +1 ആയി മാറി. 1 into 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 1 - 3 എന്ന് വരും. അപ്പൊ -2 എന്നാണ്. ഇനി 3 into 1 എന്നാൽ 3 കിട്ടും. -1 into 1 എന്നാൽ -1 കിട്ടും. അപ്പൊ 3 -1 വരും. അത് 4 ആയി മാറും. ഇതാണ് നമ്മുടെ കോഫാക്ടർ. കോഫാക്ടർ ഓഫ് A എത്രയാന്ന് കിട്ടി. കോഫാക്ടർ കിട്ടിയാൽ എന്ത് ചെയ്യാം,
adjoint of A, അതായത് adjoint matrix of A equal to എന്താ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. അപ്പൊ ആദ്യത്തെ റോയിലുള്ളത് കോളാക്കി 0 2 -2. രണ്ടാമത്തെ റോയിലുള്ളത് രണ്ടാമത്തെ കോളം -2 4 -2. വീണ്ടും മൂന്നാമത്തെ റോയിലുള്ളത് മൂന്നാമത്തെ കോളം 2 -2 4. ഇതാണ് നമ്മൾ അഡ്ജോയിന്റ് മെട്രിക്സ്. അഡ്ജോയിന്റ് കിട്ടി കഴിഞ്ഞാൽ എന്താണ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജോയിന്റ് മെട്രിക്സിനെ ഡിറ്റർമിനന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് എടുത്ത് എഴുതാണ് 0 -2 2 2 4 -2 -2 4. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഡിറ്റർമിനന്റിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട് ഇവിടെ 4 കിട്ടിയിട്ടുണ്ട്. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ എലിമെന്റിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? E ഇൻവേഴ്സ് ഈക്വൽ ടു ഓരോ എലിമെന്റിനെയും ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ 0/4 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഇനി അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ 0/4. അടുത്തത് -2/4. അടുത്തത് 2/4. അടുത്തത് വീണ്ടും നമുക്ക് 2/4. വീണ്ടും നമുക്ക് 4/4. -2/4. അടുത്തത് -2/4. അടുത്തത് വീണ്ടും -2/4. വീണ്ടും 4/4. ഓക്കെ, ഇനി ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതുകയാണ്. വളരെ സിമ്പിൾ ആക്കി എഴുതാവുന്നതേ ഉള്ളൂ. അറിയാത്തവർ കാൽക്കുലേറ്ററിൽ ചെയ്ത് എഴുതുക. 0/4 എന്ന് പറഞ്ഞാൽ 0 എന്ന് കിട്ടും. -2/4 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിലും ഒരുപോലെ പോകുന്ന നമ്പർ ആണ് 2 ആണ്. അപ്പം -2 2 ഒരു തവണ, 4 2 ടൈംസ് -1/2. അതുപോലെ അടുത്തത് 1/2 +1/2 എന്ന് കിട്ടും. അടുത്തത് 1/2. അടുത്തത് 4/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. അടുത്തത് -1/2 എന്ന് കിട്ടും. അടുത്തത് വീണ്ടും -1/2 എന്ന് കിട്ടും. ഇവിടെ അഗെയിൻ -1/2 എന്ന് കിട്ടും. അടുത്തത് നമുക്ക് 4/4 ആണ്, അത് 1 ആയി മാറും. അപ്പൊ ഇതാണ് എന്ത് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു 3/3 മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ വീണ്ടും എടുത്ത് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ മെട്രീസസ് എന്നുള്ള കൺസെപ്റ്റിൻ്റെ പാർട്ട് 7ൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്? എങ്ങനെ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം, അതായത് ഒരു 2/2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ ഒരു 3/3 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ ക്വിക്കായിട്ട് കണ്ടുപിടിക്കാം. ഈ രണ്ട് 2/2 മെട്രിക്സിൻ്റെയും 3/3 മെട്രിക്സിൻ്റെയും ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡുകളാണ് നമ്മൾ പ്രധാനമായും കണ്ടിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്കൊന്ന് പകർന്നു നൽകുക. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്, ശ്യാം പ്രസാദ്.